ഇറാൻ ആണവായുധം ഉപയോഗിക്കുമോ ഇല്ലയോ അല്ലെ, ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടം കൂടിയാണ് അല്ലെ. ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ പരീക്ഷ എങ്ങനെയുള്ളതായിരിക്കും? വളരെ എളുപ്പമുള്ളതായിരിക്കുമോ? പ്രത്യേകിച്ച് മലയാളം ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമോ? എന്തായിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ട്രെൻഡ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന 2025 നടന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിലും ഈ നിലവാരത്തിലുള്ള, ഈ കാഠിന്യ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പൊ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മാത്രമല്ല പറഞ്ഞു പോകുന്നത്, വിശദാംശങ്ങളുടെയും വിശദീകരണങ്ങളുടെയും ഒപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അപ്പോ ബുദ്ധിമുട്ടുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ ആദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ ചോദ്യത്തിന്റെയും വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കടലാസും പേനയും കരുതണം. ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് ചോദ്യത്തിന്റെ നമ്പർ ഇട്ടതിന് ശേഷം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി നിങ്ങൾ മാർക്ക് ചെയ്യണം. അവസാനം എല്ലാ ചോദ്യങ്ങളും 13ഓളം ചോദ്യങ്ങളുണ്ട്. ഈ 13 ചോദ്യങ്ങളും ചർച്ച ചെയ്തതിന്റെ ഒടുവിൽ ഉത്തര സൂചിക നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ 13ൽ എത്ര എണ്ണം ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്ന പരീക്ഷയിലും ചോദിക്കുക. അപ്പോ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പസമയം കൂടി അധികമായി മലയാളത്തിനായി മാറ്റിവെക്കണം എന്ന് ആദ്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ചോദ്യം ചോദിച്ചു തീരുന്നതിന്റെ ആ സമയം തന്നെ നിങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി നിങ്ങൾ എഴുതിയതിനു ശേഷം മാത്രമേ തുടർന്ന് കാണാൻ ശ്രമിക്കാവൂ. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു സെഷനെ പരിഗണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ സ്വയം ഇതേ ചോദ്യങ്ങൾ, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഇതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്ന അർത്ഥത്തിലല്ല ഇതിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു നിലവാരത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ, ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണം പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ എന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യുക എന്ന ഉദ്ദേശം കൂടി ഇന്നത്തെ സെഷൻ ഉണ്ട്. ആ ഒരു ഗൗരവം നിങ്ങൾ ഇതിന് കൊടുക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം മറക്കണ്ട, ഉത്തരം കിട്ടിയില്ല എങ്കിൽ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏത്? 1 പാടവം, അതിർത്തി, പഠിതാവ്. 2 വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം. 3 ശൃംഖല, നിഷ്ഠ, യഥാതഥം. ഇതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ള ഗണം കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. അപ്പോ ഉത്തരം കിട്ടിയെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി എന്ന് കടലാസിൽ എഴുതുക. ഇനി അതല്ല, കൂടുതൽ സമയം വേണമെന്നാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമേ ഉത്തരം ഏതാണെന്ന് നോക്കാവൂ. ഓക്കെ അല്ലേ? അതിനുശേഷം മാത്രമേ വീഡിയോ തുടർന്ന് കാണാവൂ. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ള ഗണം. രണ്ടാമത്തെ ഗണത്തിൽ തെറ്റുണ്ട്. അത് എന്തൊക്കെയാണ് തെറ്റ് എന്ന് ഞാൻ വഴിയെ പറയാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മഹോന്നതം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക? ഓപ്ഷൻ എ മഹഹ അധികം ഉന്നതം, ഓപ്ഷൻ ബി മഹത് അധികം ഉന്നതം, ഓപ്ഷൻ സി മഹോ അധികം ഉന്നതം, ഓപ്ഷൻ ഡി മഹ അധികം ഉന്നതം. ഏതാ ശരിയായ ഉത്തരം? മഹോന്നതം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കൂടുതൽ സമയം വേണമെങ്കിൽ പോസ് ചെയ്യാൻ മറക്കരുത്. ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മഹ അധികം ഉന്നതമാണ് മഹോന്നതമാകുന്നത്. എന്താണ് കാരണം? വഴിയെ പറയാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല.
അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദ്യം. ഓപ്ഷൻ എ അസ്വാധീനം, ഓപ്ഷൻ ബി അന്യാധീനം, ഓപ്ഷൻ സി പരാധീനം, ഓപ്ഷൻ ഡി സുസ്വാധീനം. ഏതാ ശരിയായ ഉത്തരം? സ്വാധീനം എന്ന വാക്കിന്റെ വിപരീത പദം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പരാധീനമാണ് ശരിയായ ഉത്തരം. സ്വാധീനം എന്ന വാക്കിന്റെ വിപരീതം പരാധീനമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? ഓപ്ഷൻ എ ശരീരം, ഓപ്ഷൻ ബി സുന്ദരി, ഓപ്ഷൻ സി ആകാശം, ഓപ്ഷൻ ഡി ഭൂമി. ഇവയിൽ ഏത് പദത്തിന്റെ പര്യായമാണ് മേദിനി എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ പര്യായമാണ് ഏത്? മേദിനി എന്നുള്ളത്. കിട്ടിയല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, വിലക്കി അധികം ഇല്ല, ഇത് ചേർത്ത് എഴുതിയാൽ എന്താണ് കിട്ടുക? ഓപ്ഷൻ എ വിലക്കില്ല, ഓപ്ഷൻ ബി വിലക്കയില്ല, ഓപ്ഷൻ സി വിലക്കുകയില്ല, ഓപ്ഷൻ ഡി വിലക്കിയില്ല. ഏതാ ശരിയായ ഉത്തരം? വിലക്കി അധികം ഇല്ല ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിലക്കിയില്ല എന്നുള്ളതാണ് ശരിയായ ചേർത്തെഴുത്ത്. കാര്യകാരണ സഹിതം വിശദീകരിക്കാം 13 ചോദ്യത്തിന് ശേഷം. ആറാമത്തെ ചോദ്യം വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ എ ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു, ഓപ്ഷൻ ബി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു, ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു, ഓപ്ഷൻ ഡി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു. ഇതിൽ ഒരു വാക്യം മാത്രമേ ശരിയുള്ളൂ, ബാക്കി 3ഉം തെറ്റാണ്. ശരിയായ വാക്യം കണ്ടെത്തിയതിനു ശേഷം മാത്രം തുടർന്ന് കാണുക. ആറാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ശരിയായ വാക്യം. കാര്യകാരണ സഹിതം വിശദീകരിക്കാം കേട്ടോ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. 1 രക്ഷകൻ രക്ഷിക, 2 സ്വാമി സ്വാമിജി, 3 കാന്തൻ കാന്ത. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ഏതാ ശരിയായ ഉത്തരം? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രമാണ് ശരി. രക്ഷകൻ രക്ഷിക എന്നുള്ളതും ശരിയാണ്, കാന്തൻ കാന്ത എന്നുള്ളതും ശരിയാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ എ പ്രേക്ഷകൻ, ഓപ്ഷൻ ബി പ്രേക്ഷിതൻ, ഓപ്ഷൻ സി പ്രേഷിതൻ, ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. ഏതാ ശരിയായ ഉത്തരം? കാണുന്നയാളെ എന്ത് വിളിക്കാം? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രേക്ഷകൻ എന്നുള്ളതാണ് കാണുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം. 9ാമത്തെ ചോദ്യം ഇതാണ്, ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താണ് കിട്ടുക? ഓപ്ഷൻ എ സർവാധിപത്യം, ഓപ്ഷൻ ബി വിദേശാധിപത്യം, ഓപ്ഷൻ സി പ്രാദേശികാധിപത്യം, ഓപ്ഷൻ ഡി ഭീകരാധിപത്യം. ഇതിൽ ഏതാണ് ടെറിറ്റോറിയൽ ഡോമിനേഷന്റെ മലയാളം? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രാദേശികാധിപത്യത്തിനാണ് ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത്, ഓപ്ഷൻ ബി ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്, ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, ഓപ്ഷൻ ഡി കനൽ കട്ടയിൽ ഉറുമ്പരിക്കുക. ഏതാണ് ശരിയായ ഉത്തരം? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്?
ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എന്നുള്ളതാണ് ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. അപ്പോ 10 ചോദ്യങ്ങളാണ് വ്യാകരണ സംബന്ധിയായുള്ളത്. ഇനി കലാ, സാഹിത്യം, സംസ്കാരം എന്നീ വിഭാഗത്തിൽ നിന്നുള്ള 3 ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം. 1. രാമായണ മാട്ടക്കഥ രചിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ഡി ധർമ്മരാജ. ഇവരിൽ ആരാണ് രാമായണ മാട്ടക്കഥ രചിച്ചത്? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണ മാട്ടക്കഥ രചിച്ചത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾ ഈ ചോദ്യം പലയാവർത്തി കണ്ടിട്ടുണ്ടാകും. ഒരു FAQ ആണിത്. FAQ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്, ഓപ്ഷൻ ബി ജയദേവൻ, ഓപ്ഷൻ സി ഷീബ കൃഷ്ണകുമാർ, ഓപ്ഷൻ ഡി മാനവേദൻ രാജ. ഇവരിൽ ആരാണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗുരു ഗോപിനാഥ് ആണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി രാമപുരത്തു വാര്യർ, ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി. ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്. ഉത്തരം കിട്ടിയോ? പറയാൻ പോകുന്നു. ഓപ്ഷൻ എ ആണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ. 13 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. 13 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ ആവർത്തിക്കും എന്ന കാരണം കൊണ്ടല്ല ഈ ചോദ്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അനുബന്ധ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അതുപോലെ പരീക്ഷയുടെ നിലവാരം എന്താണ് എന്ന് മനസ്സിലാക്കി തരിക. ഈ 2 ഉദ്ദേശങ്ങളാണ് ഇന്നത്തെ സെഷന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു? ശരിയായ ഉത്തരം ഇങ്ങനെയാണ്: 1 C 2 D 3 C 4 D 5 D 6 C 7 B 8 D 9 C 10 C 11 C 12 A 13 A. ഇങ്ങനെയാണ് ഉത്തര സൂചിക പോകുന്നത്. അപ്പോ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. 11 12 മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിത സ്ഥാനത്താണ്. ഇനി വരുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ല, അതിൽ താഴെയാണ്, 11ൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ മലയാളത്തിന് വേണ്ടി അല്പസമയം കൂടി മാറ്റിവെക്കണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു സെഷൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് തന്നെ നിങ്ങൾ പരിഗണിക്കണം. കൂടുതൽ പ്രോഗ്രസിന് വേണ്ടി നിങ്ങൾ ഈ നിമിഷം തൊട്ട് തന്നെ പരിശീലിക്കുകയും വേണം. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും നമുക്ക് കടക്കാമല്ലോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് എഴുതി വയ്ക്കുക തന്നെ വേണം. വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് 100% പ്രയോജനപ്പെടും. അപ്പൊ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ 1ഉം 3ഉം ആണെന്ന് പറഞ്ഞു. അതായത് പാടവം എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്. അതിർത്തി, ബൗണ്ടറി എന്നർത്ഥം വരുന്ന വാക്ക് ശരിയാണ്. പഠിക്കുന്നയാൾ പഠിതാവാണ്. ശൃംഖല എന്ന് എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ്. നിഷ്ഠ ശരിയാണ്. യഥാപഥം ശരിയാണ്. അടുത്തതിലോ? രണ്ടാമത്തതിലാണല്ലോ തകരാറ്. രണ്ടാമത്തതിൽ എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. 2ലെ എല്ലാം തെറ്റല്ല. വ്യവസ്ഥ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്. പിന്നെ ഏതാണ്? സൃഷ്ടാവും ഹാർദവുമാണ് തെറ്റിപ്പോയത്. നിങ്ങൾക്കത് ശരിയാക്കാൻ അറിയാവോ? ഞാനിവിടെ പറയട്ടെ. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. സൃഷ്ടാവല്ല, പിന്നെയോ സ്രഷ്ടാവ് അല്ലെ. സൃഷ്ടി എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതണം?
സൃഷ്ടി എന്ന് എഴുതുമ്പോ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷെ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. എഴുതിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഹാർദം എന്ന വാക്ക്, ഇതിൽ ചെറിയൊരു തകരാറുണ്ട്. എന്താണ് തകരാറ്? ചില്ലക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന വർണ്ണം ഇരട്ടിക്കേണ്ടതില്ല എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാർദം എന്നിപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? ഇങ്ങനെ എഴുതിയാൽ മതി, ഒരു ദാ മതി. പക്ഷെ ഇപ്പോഴും ഇത് അറിയാത്തവരുണ്ട്. ചില ചോദ്യകർത്താക്കൾക്ക് ഇപ്പോഴും ഇത് അറിയില്ല എന്നുള്ളതാണ്. ഭാഷാ മിഷനാണ് സമീപകാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 2015 മെയ്യിലാണ് ചില്ലക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന വർണ്ണം ഇരട്ടിക്കേണ്ടതില്ല എന്ന് 2019 തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു നിയമം മുന്നോട്ട് വെച്ചത്. പക്ഷേ ചിലർക്ക് ഇത് അറിയില്ല. ഇപ്പോഴും ഈ എഴുതിയിരിക്കുന്നത് ശരിയായ പദമാണ് എന്ന് കരുതുന്നവരുമുണ്ട്. ഈ ചോദ്യത്തിൽ അത് തകരാറില്ല അല്ലെ? കാരണം എന്താ? സൃഷ്ടാവ് എന്ന പദം തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണെന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ ഈ ഹാർദം എന്ന വാക്ക് മാത്രം തന്നിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന നിലയിൽ ചോദ്യം വന്നാലാണ് നമുക്ക് ബുദ്ധിമുട്ട്. കാരണം എന്താ? ചോദ്യകർത്താവ് ഏത് തരത്തിലായിരിക്കും ഈ വാക്കിനെ പരിഗണിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ നമുക്കിത് ചലഞ്ച് ചെയ്യേണ്ടി വരും അല്ലെ? അതാണ് ഒരു തകരാറ്. ചിലർക്ക് ഈ കാര്യം അറിയാം. അവരെന്ത് ചെയ്യും? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റായ പദം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചോദ്യകർത്താവ് ഇട്ടിട്ടുണ്ടാവുക. അതാണ് ഒരു കുഴപ്പം. ചോദ്യകർത്താവ് ഏത് നിലയ്ക്കാണ് തെറ്റിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമപ്രകാരം ഹാർദം എന്ന് എങ്ങനെ എഴുതിയാൽ മതി? ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ എഴുതിയാൽ മതി എന്നുള്ളതാണ്. കിട്ടിയല്ലോ? കാര്യം മനസ്സിലായല്ലോ? ദാ നോക്കൂ, ഹാർദം എന്ന് എഴുതുമ്പോ ഒരു ദ, സൃഷ്ടി എന്ന് എഴുതുമ്പോ ഈ സൃ ആണ്, സ്രഷ്ടാവ് എന്ന് എഴുതുമ്പോ സ്രായാണ്. ഇതുപോലെ തന്നെയാണ് നൃത്തം എന്ന വാക്ക് എഴുതുമ്പോ നൃ ആണ്, നർത്തകൻ എന്ന് എഴുതുമ്പോ ഈ ഒരു വ്യത്യാസം വരും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസംഗം, പ്രസംഗിക്കുന്നയാൾ അല്ലെ? പ്രസംഗം ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതിന് പ്രസംഗിക്കുന്നയാൾ എന്നുള്ളതിന് ഒറ്റപ്പദം പലരും എഴുതാറുള്ളത് എങ്ങനെയാണ്? പ്രാസംഗികൻ എന്നാണ് അല്ലെ? പ്രാസംഗികൻ. ഇങ്ങനെ ഒരു വാക്ക് മലയാളത്തിലുണ്ടോ? ഇല്ല കേട്ടോ. പ്രാസംഗികൻ എന്നൊരു വാക്കേ മലയാളത്തിലില്ല. എല്ലാവരും പറയുന്നതും ഇങ്ങനെയാണ്, എഴുതുന്നതും ഇങ്ങനെയാണ്. പ്രസംഗിക്കുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രസംഗകനാണ് കേട്ടോ. സുകുമാർ അഴീക്കോട് മലയാളം കണ്ടതിൽ വച്ച് ഏറ്റവും മികച്ച പ്രസംഗകനാണ്. അല്ലെങ്കിൽ ആരാണ്? പ്രഭാഷകനാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അനുഗ്രഹം. അനുഗ്രഹം എന്ന് എഴുതാൻ ആർക്കും സംശയം ഉണ്ടാവില്ല. അനുഗ്രഹം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷെ അനുഗ്രഹം നേടിയവനോ എല്ലാവരും എങ്ങനെ എഴുതി വെക്കും? അനുഗ്രഹീതൻ എന്ന് എഴുതി വെക്കും. പോരെങ്കിൽ ഏതാണ്ട് ഈ പേരിൽ ഒരു സിനിമയും ഉണ്ടല്ലോ അല്ലെ? അനുഗ്രഹീതൻ ആന്റണി എന്നൊരു സിനിമയും ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ വാക്ക് വല്ലാതെ പതിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അനുഗ്രഹം നേടിയവൻ അനുഗ്രഹീതൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ഇത് തെറ്റാണ്. അനുഗ്രഹം നേടിയവൻ അനുഗ്രഹീതനല്ല, അനുഗൃഹീതൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അനുഗ്രഹം നേടിയവൻ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അനുഗൃഹീതൻ. പക്ഷെ അനുഗ്രഹം എന്ന് എഴുതുമ്പോ ഇങ്ങനെ വരും. ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്, ഞാൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സമീപകാലത്ത് നടന്ന പരീക്ഷയിൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ചില വാക്കുകൾ കൂടി പരിശോധിക്കാം. അധപ്പതനം എന്നെഴുതുമ്പോ ഏത് ധായാണ് വേണ്ടത്? കഥ എന്നെഴുതുന്നതിലെ ധായാണോ വേണ്ടത്? അല്ല, നാ തിരിച്ചിട്ടുള്ള ധായാണ് വേണ്ടത്. അത് മാത്രവുമല്ല, അതിനുശേഷം വിസർഗ ചിഹ്നം വേണം താനും. ആ രണ്ട് കുത്തുണ്ടല്ലോ, ദുഃഖം എന്നൊക്കെ എഴുതുമ്പോ നമ്മൾ നടുക്കിടുന്ന ആ രണ്ട് കുത്ത്, അതിനെയാണ് വിസർഗ ചിഹ്നം എന്ന് വിളിക്കുന്നത്. ആ ചിഹ്നം വേണം. അതല്ലെങ്കിലോ പായിരട്ടിക്കണം. അധപ്പതനം ഇങ്ങനെ എഴുതാം. ഏതാണ് കൂടുതൽ ശരി എന്ന് ചോദിച്ചാൽ വിസർഗ ചിഹ്നത്തോട് കൂടിയതാണ് ശരിയായ കൃത്യമായ പ്രയോഗം. ഇനി മുകളിൽ എഴുതിയിരിക്കുന്നതും തെറ്റല്ല, എന്നാൽ അത്ര ശരിയുമല്ല കേട്ടോ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വിസർഗ ചിഹ്നം ഇട്ടിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന വർണ്ണം ഇരട്ടിക്കരുത്. വിസർഗ ചിഹ്നം ഇല്ലെങ്കിലോ ശേഷം വരുന്ന വർണ്ണം ഇരട്ടിക്കണം. അതാണ് നിയമം. ഇനി ഇച്ഛയ്ക്കൊത്തത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? ഐച്ഛികം എന്നാണ് കേട്ടോ. ഇച്ഛ ആഗ്രഹം എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ഇച്ഛയ്ക്കൊത്തത്, ആഗ്രഹത്തിനൊത്തത് എന്നുള്ളിടത്ത് ചായും ചായും അല്ല ചേരേണ്ടത്, ചായും ചായുമാണ്
ചേരേണ്ടത്. പദശുദ്ധിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എതിർലിംഗ പദവുമായി ബന്ധപ്പെട്ടും ഏറ്റവും അധികം പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് കവിയുടെ സ്ത്രീലിംഗ പദം. കവയത്രി എന്നാണോ? അല്ല കേട്ടോ, കവയിത്രി എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അവസാനത്തെ രണ്ടക്ഷരത്തിന് ഇകാരം അല്ലെങ്കിൽ വള്ളിയുണ്ട്. കവി എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? എന്റെ കൂടെ പറഞ്ഞോളൂ, കവയിത്രി. കവയിത്രി എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ഗൂഢാലോചന എന്നെഴുതുമ്പോ ഗൂഢാലോചന പോരാ, പിന്നെ എന്തു വേണം? ഗൂഢമായ ആലോചന. ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടുണ്ട് കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഗൂഢാലോചന. പിന്നെ യഥാകാലത്ത് എന്നൊരു പ്രയോഗമില്ല, യഥാകാലം എന്ന് മതി കേട്ടോ, യഥാകാലം. അതുപോലെ പണ്ട് കാലത്ത് എന്ന് പ്രയോഗിക്കരുത്, പണ്ട് എന്ന് മാത്രം മതി. കാരണം എന്താ? പണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലമാണ്. അവിടെ കാലത്തിന്റെ സൂചന ഓൾറെഡി ഉണ്ട് അല്ലെ, പിന്നെ എന്തിന്റെ ആവശ്യമില്ല? കാലം എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. യാദൃച്ഛികം ഏറ്റവും അധികം ആളുകൾ തെറ്റിക്കുന്ന മറ്റൊരു പദമാണ് യാദൃച്ഛികം. കോഇൻസിഡൻസിന്റെ മലയാളം. അവിടെ ഷായും ചായുമാണോ ചേരേണ്ടത്? തീർച്ചയായും അല്ല, ചായും ചായുമാണ് ചേരേണ്ടത് കേട്ടോ. ഇതിന്റെ കാരണം എന്താ? ഇത് പിരിച്ചെഴുതുമ്പോ യാദൃത്ത് അധികം ശികം എന്നാണ് കിട്ടുക. തായും ഷായും കൂടി ചേരുമ്പോഴാണ് ചേർത്തെഴുത്തിൽ എന്ത് വരിക? ചായും ഛായും വരിക. ത അധികം ശ സമം ഛ എന്ന് വരും. യാദൃത്ത് അധികം ശികം, യാദൃച്ഛികം. ആപച്ഛങ്ക അല്ലെ തുടങ്ങിയ വാക്കുകളിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. വിദ്യുത് ശക്തി തുടങ്ങിയ വാക്കുകളിലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഹോന്നതം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക? മഹാ അധികം ഉന്നതം എന്നാണ്. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? ചേർത്തെഴുതുമ്പോ ഓ എന്ന ശബ്ദം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? പിരിച്ചെഴുതുമ്പോ ആദ്യത്തെ വാക്ക് ആയിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഊവിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് ആയും ഊവും കൂടി ചേരുമ്പോഴേ ചേർത്തെഴുത്തിൽ എന്തു വരൂ? ഓ എന്ന ശബ്ദം വരൂ. ഇവിടെ മഹാ അധികം ഉന്നതം. മഹാ എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ആരുണ്ട്? ആ എന്ന ശബ്ദമുണ്ട്. ഉന്നതം ഊ എന്ന ശബ്ദത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ വാക്ക് ആയിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഊവിൽ ആരംഭിക്കുകയും ചെയ്തത് കൊണ്ടാണ് മഹോ അല്ലെ ആ ഒരു ശബ്ദം അവിടെ വരാൻ കാരണം ആയിലും ഊവിലും ആയും ഊവും കൂടി ചേർന്നത് കൊണ്ടാണ്. കിട്ടിയല്ലോ? ആ പ്ലസ് ഊ സമം ഓ. ഒരുപാട് തവണ ഇത് പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കാവ്യ അധികം ഉപകരണം പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. കാവ്യ എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് എന്തുണ്ട്? ആ എന്ന ശബ്ദമുണ്ട്. രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നതോ ഊവിലാണ്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, കാവ്യം അധികം ഉപകരണമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാവ്യ അധികം ഉപകരണമാണ് ചേർത്തെഴുത്തിൽ എന്താവുക? കാവ്യോപകരണം എന്നാകുക. അതുപോലെ നവോത്ഥാനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നവോത്ഥാനം കണ്ടോ? നവോ ഓ എന്ന ശബ്ദം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നവ അധികം ഉത്ഥാനം എന്ന നിലയിലാണ് അത് പിരിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഒരു കാരണവശാലും മറക്കരുത്. ആ പ്ലസ് ഊ സമം ഓ. സമീപകാലത്ത് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അണ്വായുധം എല്ലാവരും തെറ്റിക്കുന്ന പദമാണ് കേട്ടോ. പിരിച്ചെഴുത്തിൽ ചോദിക്കാം, ചേർത്തെഴുത്തിൽ ചോദിക്കാം, പദശുദ്ധിയിൽ ചോദിക്കാം. അറ്റോമിക് വെപ്പൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ എന്തു പറയുന്നു? അണ്വായുധം. ഇത് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയമാണ്. മിക്കവാറും പത്രത്തിൽ കാണാറുള്ള വാക്ക് ആണവായുധം. ഇറാൻ ആണവായുധം ഉപയോഗിക്കുമോ ഇല്ലയോ അല്ലെ? ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടം കൂടിയാണ് അല്ലെ? ആണവായുധം എന്നാണ് എഴുതി കാണുന്നത്. ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. എന്താണ് കാരണം? ആറ്റം എന്നർത്ഥം വരുന്ന വാക്ക് അണു ആണ്, ആണല്ലോ. വെപ്പൺ എന്നർത്ഥം വരുന്ന വാക്ക് ആയുധമാണ്. അപ്പോ അണുകൊണ്ടുള്ള ആയുധമാണെന്ത്?
അണ്വായുധം. ഇതിന്റെ നിയമം എന്താണ്? ഊവും ഏതെങ്കിലും ഒരു സ്വരാക്ഷരം കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ ഏത് ശബ്ദമാണ് വരേണ്ടത്? വാ എന്ന ശബ്ദമാണ് വരേണ്ടത്. വായെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണേത്? ഈ എല്ല്, ഇംഗ്ലീഷിൽ എഴുതുന്ന എല്ല് തിരിച്ചിട്ടുള്ള ഈ ചിഹ്നം അല്ലെ? അപ്പോ അണ്വായുധം. കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇത് ആരും ഇങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ആണവ നിലയം എന്ന് പറയുന്നത് പോലെ ആണവായുധം എന്നാ പറയുന്നത്. തെറ്റാണ്. അണ്വായുധമാണ് ശരി. ഒരുപാട് പരീക്ഷയിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് അപ് അധികം ജം. എന്താ സംഭവം? അബ്ജം. താമരയുടെ പര്യായമാണ്. അപ് എന്ന ശബ്ദത്തിന് ജലം എന്നർത്ഥം. ജം നമുക്കറിയാം, ജലത്തിന്റെ ഏതൊരു പര്യായവും എടുത്തോളൂ, അതിനോടൊപ്പം ജം എന്ന ശബ്ദം ചേർന്നാൽ എന്തായിരിക്കും ലഭിക്കുക? താമരയുടെ പര്യായമായിരിക്കും ലഭിക്കുക. അതുപോലെ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എന്തായി മാറും? മൃദുവായി മാറും. അങ്ങനെയാണ് പ എന്തായത്? ബായായത്. അടുത്ത വാക്ക് ഉൾ അധികം മ ചേർത്തെഴുതുമ്പോ എന്താകും? ഉണ്മ എന്നാകും കേട്ടോ. ഇതുപോലെ തന്നെയാണ് വെണ്മ. വെൾ അധികം മ, ഇതാണ് എന്താകുന്നത്? വെണ്മയാകുന്നത്. വെണ്ണീർ അല്ലെ? വെൾ പ്ലസ് നീർ, അതാണ് എന്താകുന്നത്? വെണ്ണീറാകുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്തത് നോക്കൂ, ഉന്നമ്രം. ഉന്നമ്രം എന്ന വാക്ക് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിച്ചിരിക്കുന്നു, രണ്ടാമത്തെ വാക്ക് നായിൽ ആരംഭിച്ചിരിക്കുന്നു. അബ്ജം എന്ന ഉദാഹരണം പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഖരവർണം എന്തായാൽ മതി? മൃദുവായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ എന്തായത്? ബായായിട്ട് മാറിയത്. പിന്നെ ഇവിടെയുള്ള താ എന്ന ഖരവർണം ഇവിടെ എത്തിയപ്പോ ദാ എന്ന മൃദു ആകേണ്ടതിനു പകരം എന്തുകൊണ്ടാണ് നാ എന്ന അനുനാസികമായത്? വളരെ വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? നാ എന്ന അനുനാസികമാണ്. അനുനാസികങ്ങളുടെ പ്രത്യേകത എന്താ? അനുനാസികാതിപ്രസരം സംഭവിപ്പിക്കാൻ പര്യാപ്തമാണ് അനുനാസിക വർണ്ണങ്ങൾ. അതായത് അടുത്തുള്ള വർണ്ണത്തെ കൂടി അത് എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. തായും നായും അടുത്തടുത്ത് വന്നപ്പോ ഈ ന താ എന്ന അക്ഷരത്തെ കൂടി ആക്രമിച്ച് അതിനെ കൂടി നായാക്കി. അങ്ങനെയാണ് ഉന്നമ്രം എന്ന വാക്കുണ്ടാകുന്നത്. രണ്ട് നാ അടുപ്പിച്ച് വന്നതുകൊണ്ട് നാ ഇരട്ടിച്ച ഫലം ചെയ്യും. അങ്ങനെ ഉന്നമ്രം എന്ന വാക്കുണ്ടായി. കണ്ടോ? ഇങ്ങനെ സംഭവിക്കും കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോ അധികം ജം വന്നതുകൊണ്ട് അബ്ജം അല്ലെ? താമരയുടെ പര്യായമായി. ഇനി നീർക്കുമിള എന്ന അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്, അമ്മയം. അമ്മയം ആദ്യത്തെ വാക്ക് അവിടെയും എന്ത് തന്നെയാണ്? അപ് എന്ന ശബ്ദം തന്നെയാണ്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ആര് വന്നു? മാ എന്ന അനുനാസികം വന്നു. അനുനാസികാദി പ്രസരം സംഭവിച്ച് പാ കൂടിയപ്പോ എന്തായി മാറും? മായായിട്ട് മാറും. അങ്ങനെയാണ് അമ്മയം എന്ന വാക്കുണ്ടാകുന്നത്. നീർക്കുമിള എന്നും അതുപോലെ തന്നെ പദ അല്ലെ, വെള്ളത്തിന്റെ പദ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് അമ്മയം. അമ്മയം കിട്ടിയോ? അബ്ജവും അമ്മയവും ശ്രദ്ധിച്ചേക്കണേ. അടുത്തത് ഉത് അധികം ശിഷ്ടം ചേർത്തെഴുതുമ്പോ എന്ത് കിട്ടും? ഉച്ഛിഷ്ടം എന്ന് കിട്ടും. കാര്യം എന്താണെന്ന് മനസ്സിലായോ? തായും ഷായും കൂടി ചേർന്നാൽ അത് ചായും ഛായുമായിട്ട് മാറും. യാദൃച്ഛികത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെ? യാദൃത്ത് അധികം ശികം ചേർത്തെഴുതുമ്പോ യാദൃച്ഛികമാണ്. അവിടെ ഷായും ഛായും അല്ല വരേണ്ടത്. അതുപോലെ ഉത് അധികം ശ്വാസം ചേർത്തെഴുതുമ്പോ എന്തു വരും? ഉച്ഛ്വാസം എന്ന് വരും. തായും ഷായും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അത് ചായും ഛായുമായിട്ട് മാറും. വളരെ വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. മുൻപ് സമീപകാലത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്, ആവർത്തിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഞാൻ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ മറക്കരുത്. പരീക്ഷയ്ക്ക് മസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിപരീതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്വാധീനത്തിന്റെ വിപരീതം.
അവിടെ അന്യാധീനം തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെ? ഒരു വാക്ക് സ്വായിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിപരീതത്തിൽ പാ വരുന്നത് സ്വാഭാവികമാണ്, അല്ലെ? സ്വ എന്ന് പറയുമ്പോൾ സ്വന്തം, പര അന്യൻ, അല്ലെ? പരൻ എന്ന് പറഞ്ഞാലും അന്യൻ എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ എന്ന അർത്ഥത്തിലാണ്. ഇപ്പോ സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? അത് അന്യാശ്രയം എന്ന് പറയാറില്ല, പരാശ്രയം എന്നേ പറയാറുള്ളൂ, അല്ലെ? സ്വാശ്രയം വിപരീതം പരാശ്രയമാണ്. അപ്പോ അങ്ങനെ കുറച്ച് മിക്കവാറും സാഹചര്യങ്ങളിൽ വരുന്നത് പര എന്ന വാക്ക് വെച്ചുകൊണ്ടാണ്. പക്ഷെ സ്വാധീനത്തിന്റെ വിപരീതമായിട്ട് അന്യാധീനം പറഞ്ഞാലും അത് തെറ്റല്ല, അത് അർത്ഥം കൊണ്ട് ഒക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് തെറ്റല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ആൻസർ കീയിൽ എന്തായിരുന്നു? പരാധീനമാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങളുടെ മനസ്സിൽ വച്ചാൽ മതി. വേറെ ചില വാക്കുകൾ നോക്കൂ. സ്വകീയം. സ്വകീയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? പരകീയം എന്നാണ്, അല്ലെ? സ്വകീയം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ടുള്ളത്. പരകീയം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിൽ നിന്നും കടം കൊണ്ടത് എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം എന്താ? പാരതന്ത്ര്യം. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പാരതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യം വിപരീതം പാരതന്ത്ര്യം. സ്വാർത്ഥം വിപരീതം പരാർത്ഥം. സ്വാർത്ഥം സെൽഫിഷ് ആണ്, അല്ലെ? സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് സ്വാർത്ഥതയാണ്. മറ്റുള്ളവരെ കൂടി പരിഗണിക്കുക എന്നർത്ഥം വരുന്ന വാക്ക് പരാർത്ഥമാണ് കേട്ടോ. ഉദാരന്റെ വിപരീതമായിട്ട് രണ്ട് വാക്കുകൾ വരാം. ഉദാരൻ അല്ലെങ്കിൽ ഉദാരണൻ എന്ന് പറഞ്ഞാൽ ആരാ? ഉദാര മനോഭാവമുള്ളവരാണ്. ഉദാരത കൈമുതലായി കൊണ്ട് നടക്കുന്നവരാണ്, ധാരാളികളാണ്, എല്ലാവർക്കും എന്തും കൊടുക്കാൻ സന്നദ്ധതയുള്ള മനസ്സോട് കൂടിയവരാണ് ഉദാരൻ അല്ലെങ്കിൽ ഉദാരണൻ. അപ്പൊ പിശുക്കൻ എന്നർത്ഥം വരുന്ന വാക്കാണ് അതിന് വിപരീതമായിട്ട് വരേണ്ടത്. പിശുക്കൻ എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകളുണ്ടല്ലോ. കൃപണൻ എന്ന് പറഞ്ഞാലും ലുബ്ധൻ എന്ന് പറഞ്ഞാലും പിശുക്കനാണ്. അപ്പൊ ഈ രണ്ട് പദങ്ങളും എന്തിന്റെ വിപരീതമായിട്ട് വരാം? ഉദാരന്റെ അല്ലെങ്കിൽ ഉദാരണന്റെ വിപരീതമായിട്ട് വരാം. ഉചിതമായതിനെ ഉചിതം എന്ന് വിളിക്കുന്നു, ഉചിതമല്ലാത്തതിനെ എന്ത് വിളിക്കാം? അനുചിതം എന്ന് വിളിക്കാം. അടുത്തത് നന്ദി എന്നർത്ഥം വരുന്ന വാക്ക് താങ്ക്സ്. കൃതജ്ഞതയാണ്, കൃതജ്ഞത. അതിന്റെ വിപരീതമാണ് നന്ദികേട് എന്നർത്ഥം വരുന്ന വാക്കാണ് എന്ത്? കൃതജ്ഞത കേട്ടോ. കൃതജ്ഞത ഇത് പദശുദ്ധിയിലും ചോദിച്ചിട്ടുണ്ട്, വിപരീത പദത്തിലും ചോദിച്ചിട്ടുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മേദിനി എന്ന വാക്കിന്റെ സമാന പദം എന്താ? ഭൂമിയാണ് കേട്ടോ. ഭൂമിയുടെ പര്യായ പദമാണ് ഏത്? മേദിനി എന്നുള്ളത്. ശരീരം, ആകാശം, ഭൂമി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പര്യായ പദങ്ങൾ, സമാന പദങ്ങൾ പരീക്ഷകളിൽ ആവർത്തിക്കുന്നതാണ്. നമുക്ക് അവയിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ നോക്കിക്കേ. ദേഹം, കളേബരം, വപുസ്, രൂപം, ദേഹി, ആകാരം, മേനി, കായം, അല്ലെ? കായം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എന്ന് തന്നെയാണ് കേട്ടോ. പൂർണ്ണകായ പ്രതിമ എന്ന് പറയാറുണ്ട്, അല്ലെ? ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി ആ പ്രതിമയിൽ ആ പ്രതിമയിൽ ഉണ്ടെങ്കിൽ, അല്ലെ? അർദ്ധകായ പ്രതിമ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അരവരെ ഉണ്ടാകുള്ളൂ. പൂർണ്ണകായ പ്രതിമ എന്ന് പറഞ്ഞാല് ഫുൾ ആയിട്ട് ഉണ്ടാകും. അപ്പൊ കായം ശരീരമാണ്, മേനി ശരീരത്തിന്റെ പര്യായമാണ്. അതുപോലെ ദേഹം, കളേഭരം, വപുസ്, രൂപം, ദേഹി, ആകാരം, മേനി, ഇതൊക്കെ എന്താണ്? ശരീരത്തിന്റെ പര്യായമാണ്. ദേഹി എന്ന പദം ആത്മാവിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ആകാരം ശരീരമാണ്. ഇനി സുന്ദരിയുടെ പര്യായ പദങ്ങൾ അങ്കന, അന്നനടയാൾ, ഇന്ദുമുഖി, കമ്രാങ്കി, കളവാണി, കൊണ്ടൽവേണി, കൃശാങ്കി, നമ്രാങ്കി, വരാങ്കി, സുബ്രു, ഇതൊക്കെ എന്താണ്? സുന്ദരിയുടെ പര്യായ പദങ്ങളാണ്. അന്നനടയാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അരയന്നം നടക്കുന്നത് പോലെയുള്ള നടപ്പോട് കൂടിയവൾ, അല്ലെ? അരയന്നത്തിന്റെ നടപ്പ് കാണാൻ ഒരു ചന്തമുണ്ട്. ആ ചന്തം അവളുടെ നടപ്പിലും ഉണ്ടെങ്കിൽ അവളെ സുന്ദരി എന്ന് വിളിക്കാം അത്രേ. അങ്കന എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരമായ അംഗത്തോട് കൂടിയവളാണ് അങ്കന, സുന്ദരിയുടെ പര്യായം. ഇന്ദുമുഖി, ഇന്ദു ചന്ദ്രനാണ്, ചന്ദ്രന് തുല്യമായ തേജസ്സോടു കൂടിയ മുഖത്തോടു കൂടിയവൾ.
അവൾ സുന്ദരി തന്നെ. ഇന്ദുമുഖി. കമ്രാംഗി. കമ്രം എന്ന വാക്കിന് മനോഹരം എന്നർത്ഥം. മനോഹരമായ അംഗത്തോട് കൂടിയവൾ കമ്രാംഗി, സുന്ദരി തന്നെ. കളവാണി, അല്ലെ, നല്ല മനോഹരമായ ശബ്ദത്തോട് കൂടിയവളാണ് കളവാണി, അല്ലെങ്കിൽ മധുമൊഴി എന്നും പറയാം, അല്ലെ. അത്രമാത്രം മനോഹരമായി സംസാരിക്കുന്നവൾ, നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് കളവാണി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കൊണ്ടൽ വേണി. കൊണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴക്കാറാണ്. വേണി എന്ന് പറഞ്ഞാലോ തലമുടിയാണ്, അല്ലെ. നല്ല ഇങ്ങനെ കാർമേഘം, മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെ തള്ളിക്കേറി വരുന്ന കാർമേഘം ഉണ്ടല്ലോ, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇടതൂർന്ന മുടിയോട് കൂടിയവൾ, അവളാണ് ആര്? കൊണ്ടൽ വേണി, സുന്ദരിയുടെ പര്യായമാണ്. കൃശാംഗി. കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്, അങ്കി അംഗത്തോട് കൂടിയവൾ. അപ്പൊ കൃശാംഗി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മെലിഞ്ഞവൾ. മെലിഞ്ഞവൾക്കാണ് സൗന്ദര്യം എന്ന് പറയുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല, ബോഡി ഷെയ്മിംഗ് ഒന്നുമല്ല. ഇത് പര്യായ പദങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. മെലിഞ്ഞ ശരീരത്തിൽ സൗന്ദര്യം കണ്ടെത്തിയ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനൊരു പര്യായ പദം ഉപയോഗിച്ചിട്ടുണ്ടാവുക. നമുക്കത് വിഷയമല്ല, വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുക എന്നത് മാത്രമാണ്. നമ്രാംഗി. നമ്രമായ ശിരസോടു കൂടിയവളാണ്, അല്ലെ. ആണുങ്ങൾ നോക്കുന്നത് പോലെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പെണ്ണിന് ഭൂഷണമല്ല എന്ന് പണ്ട് കരുതിയിരുന്നു, അല്ലെ. അവൾ എന്തായിരിക്കണം? എപ്പോഴും ലജ്ജയോടുകൂടിയും ഭയത്തോടുകൂടിയും താഴത്തേക്ക് നോക്കി സംസാരിക്കുന്നവളായിരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൾക്ക് ഭയമായിരിക്കണം. അങ്ങനെയുള്ളതാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സൗന്ദര്യ ലക്ഷണം എന്ന് കരുതി പോന്നിരുന്നു. ആ കാലമൊക്കെ മാറി. വരാംഗി. സുന്ദരമായ അംഗത്തോട് കൂടിയവൾ എന്ന അർത്ഥം വരുന്ന മറ്റൊരു പദമാണ്. സുബ്രു. സു എന്നതിന് നല്ലത് എന്നർത്ഥം, ബ്രൂ എന്നുള്ളതിന് പുരികക്കൊടി എന്നർത്ഥം. മനോഹരമായ പുരികത്തോട് കൂടിയവൾ. പെണ്ണുങ്ങളുടെ സംസാരം അങ്ങനെയാണ്. അവൾ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ പുരികക്കൊടി കൊണ്ട് അവളുടെ ആശയം വിനിമയം ചെയ്യാൻ കഴിവുള്ളവളാണ്. അവൾക്ക് നാവ് വേണമെന്നില്ല ഒരു കമ്മ്യൂണിക്കേഷന്. അവൾ പുരികക്കൊടി കൊണ്ട് ആശയം കൈമാറ്റം ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സുന്ദരിമാരുടെ ലക്ഷണമായിട്ട് ഒരു കാലം വരെ കണ്ടിരുന്നത്. ഇപ്പൊ ഇതൊക്കെ കാലഹരണപ്പെട്ടുപോയ ചിന്താഗതികളാണെങ്കിലും ഇവയൊക്കെ തന്നെയും ഇപ്പോഴും സ്ത്രീകളുടെ പര്യായ പദമായി തുടരുന്നു. അടുത്ത വാക്ക് എന്തായിരുന്നു? ആകാശത്തിന്റെ പര്യായ പദങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വാനം, ഗഗനം, വിഹായസ്, നഭസ്, അഭ്രം, അംബരം, ഗഗനം, താരാപഥം, ദ്യോവ്, വ്യോമം. ഇതൊക്കെ എന്താണ്? ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ്. പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ഭൂമിയുടെ പര്യായ പദങ്ങൾ ധര, ധരിത്രി, ധരണി, അവനി, ക്ഷമ, ക്ഷിതി, പൃഥ്വി, മഹി, വസുധ, ഉർവി, ഇള, മേധിനി. ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ് കേട്ടോ. ഈ ക്ഷിതി എന്നൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കണം, ഒരു വള്ളി വിട്ടുപോയാൽ ആള് മാറും. ക്ഷതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാശത്തിന്റെ പര്യായമാണ് കേട്ടോ, നാശത്തിന്റെ പര്യായമാണ്. ക്ഷിതി ഭൂമിയാണ്, ക്ഷതി നാശമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? വിലക്കിയില്ല എന്ന് കിട്ടും. ഇവിടെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമമുണ്ട്. എന്താണത്? ഈ എന്ന ശബ്ദത്തോടൊപ്പം ഏതെങ്കിലും ഒരു സ്വരാക്ഷരമാണ് ചേരുന്നതെങ്കിൽ അവിടെ ചേർത്തെഴുത്തിൽ എന്തായിരിക്കും വരിക? യാ എന്ന അക്ഷരമായിരിക്കും, അല്ലെങ്കിൽ യാ എന്ന അക്ഷരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ചിഹ്നമായിരിക്കും, അല്ലെ. വാ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം നമുക്കറിയാം. വായുടെ ചിഹ്നം എല്ല് തിരിച്ചിട്ടതുപോലെ ഇതാണ്, അല്ലെ. വാ എന്ന അക്ഷരം എപ്പോഴാ വരുന്നത്? നമ്മൾ ഇപ്പൊ പറഞ്ഞു, അല്ലെ. എപ്പോഴാ വരുന്നത്? ഊവിനോടൊപ്പം ഏതെങ്കിലും സ്വരാക്ഷരം ചേരുമ്പോഴാണ്. ഊവെന്ന ശബ്ദത്തോടൊപ്പം ഏതെങ്കിലും സ്വരാക്ഷരം ചേരുമ്പോഴാണ് വാ വരുന്നത്. അണു അധികം ആയുധം, അണ്വായുധമായതുപോലെ. ഇവിടെ ഊവിന്റെ സ്ഥാനത്ത് ഈയാണ് വരുന്നതെങ്കിലോ ചേർത്തെഴുത്തിൽ വായായിരിക്കില്ല, യായായിരിക്കും വരിക. അങ്ങനെയാണ് വിലക്കി എന്ന് പറയുന്നിടത്ത് ഈ എന്ന ശബ്ദം വന്നിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക് ഈ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ എന്ത് വന്നത്? വിലക്കിയില്ല എന്ന് വന്നത്. യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധിക്കുള്ള ഉദാഹരണം കൂടിയാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണം ഉണ്ട് കേട്ടോ.
പ്രതി അധികം ഏകം ചേർത്തെഴുതുമ്പോ എന്ത് വരും? പ്രത്യേകം എന്ന് വരും. പ്രത്യേകം. പ്രത്യേകം എന്ന് പറയുന്നിടത്ത് യാ എന്ന അക്ഷരം ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷെ യായുടെ ചിഹ്നമുണ്ട് അല്ലേ? കണ്ടോ? പ്രതി അധികം ഏകം. എന്തുകൊണ്ട് ആ ചിഹ്നം വന്നത്? ആദ്യത്തെ വാക്ക് ഈയിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് എ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രത്യേകം എന്ന് പറയുന്നിടത്ത് ഈ ചിഹ്നം വന്നത്. അത്യന്തം എന്ന വാക്ക് നോക്കൂ. അതി അധികം അന്തം ചേർത്തെഴുതുമ്പോ എന്ത് വരും? അത്യന്തം. അത്യന്തം. കണ്ടോ? അത്യാഗ്രഹം എന്നൊക്കെ പറയുമ്പോഴും ഇത് തന്നെയാണ്. അതി എന്ന വാക്ക് അവസാനിക്കുന്നത് ഈ എന്ന ശബ്ദത്തിൽ, അന്തം എന്ന വാക്ക് ആരംഭിക്കുന്നത് ആ എന്ന സ്വരാക്ഷരത്തിൽ. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ യാ എന്ന അക്ഷരത്തെ കുറിക്കുന്ന ഈ ചിഹ്നം വന്നത്. കണ്ടോ? വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഓപ്ഷനിൽ വേറെ ഒരുപാട് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? വിലക്കില്ല, വിലക്കയില്ല, വിലക്കുകയില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പിരിച്ചെഴുതാം? ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈസ്കൂളില് 8, 9, 10 ക്ലാസ്സിലെ ഏതോ ഒരു പാഠം, 7ാം ക്ലാസ്സിലാണോ, ആ ക്ലാസ്സിലെ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കില് ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അഭ്യാസങ്ങളില്, പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് വന്ന ചോദ്യമായിരുന്നു ഇത്. വിലക്കില്ല എന്ന് കിട്ടണമെങ്കിൽ എങ്ങനെ പിരിച്ചെഴുതണം? വിലക്ക് അധികം ഇല്ല. അതാണ് ചേർത്തെഴുതുമ്പോ വിലക്കില്ല എന്നാകുന്നത്. സമൃദ്ധോകാരം അല്ലെ? ഈ ചിഹ്നത്തെയാണ് എന്ത് പറയുന്നത്? ചന്ദ്രക്കല എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ചിഹ്നത്തിന്റെ ശരിയായ പേരെന്താണ്? സമൃദ്ധോകാരം. അത് ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധിയാണ് കേട്ടോ. ഇനി വിലക്കയില്ല എന്ന് കിട്ടണമെങ്കിൽ എങ്ങനെ പിരിച്ചെഴുതണം? വിലക്ക അധികം ഇല്ല. അതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? വിലക്കയില്ല. അവിടെയും യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധിയാണ്. ഇനി വിലക്കുകയില്ല എന്ന് കിട്ടണമെങ്കിൽ എങ്ങനെ പിരിച്ചെഴുതണം? വിലക്കുക അധികം ഇല്ല. അപ്പോഴാണ് എന്ത് കിട്ടുക? വിലക്കുകയില്ല. യാ എന്ന അക്ഷരം ആഗമിക്കുന്നത് കൊണ്ട് ആഗമസന്ധിയാണ്. ഇനി വിലക്കിയില്ല എന്ന് കിട്ടണമെങ്കിൽ, അതായിരുന്നല്ലോ ചോദ്യം, വിലക്കി അധികം ഇല്ല. അതാണ് ചേർത്തെഴുതുമ്പോൾ എന്തായത്? വിലക്കിയില്ല എന്നായി മാറിയത്. കിട്ടിയോ? വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എതിർലിംഗ പദവുമായി ബന്ധപ്പെട്ടതാണ്. രക്ഷകൻ എന്ന വാക്കിന്റെ ശരിയായ എതിർലിംഗ പദം എന്താണ്? രക്ഷിക എന്നാണ്. കാന്തന്റെ കാന്ത എന്നുള്ളതാണ് എതിർലിംഗ പദം. രക്ഷക എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മലയാളത്തിലെ ഭൂരിഭാഗം എതിർലിംഗ പദങ്ങളും എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിൽ ഇകാരം അല്ലെങ്കിൽ വള്ളി ഇട്ടാൽ മതി. പക്ഷെ എല്ലാ വാക്കുകൾക്കും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല. നിരൂപണം ചെയ്യുന്നവൻ നിരൂപകനാണ്. നിരൂപണം ചെയ്യുന്നവൾ ആരാണ്? നിരൂപിക അല്ല കേട്ടോ. പിന്നെ ആരാണ്? നിരൂപകയാണ്. നിരൂപികയാണ്. അവിടെ നിരൂപക തന്നെ വരുവുള്ളൂ. നിരൂപക എന്ന വാക്കേ വരുവുള്ളൂ. അവതാരകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം അവതാരികയാണോ? അല്ല. അവതാരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫേസ് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. പുസ്തകത്തിന്റെ ഒക്കെ ആമുഖത്തിനാണ് അവതാരിക എന്ന് പറയുന്നത്. അവതരിപ്പിക്കുന്നവൾ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാ? അവതാരകയാണ് കേട്ടോ. അവതാരകയാണ്. പിന്നെ ഇവിടെ രണ്ടാമത്തത് തെറ്റാണെന്ന് പറഞ്ഞു. സ്വാമി എന്ന വാക്കിന്റെ എതിർലിംഗ പദം സ്വാമിജി ആണോ? അല്ല, സ്വാമിനി എന്നാണ് കേട്ടോ. സ്വാമി, സ്വാമിനി എന്നാണ് വരേണ്ടിയിരുന്നത്. സ്വാമിയെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പദമാണെന്ത്? സ്വാമിജി. അത് എതിർലിംഗ പദമല്ല. ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ഏതാനും എതിർലിംഗ പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അഭിഭാഷകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം എല്ലായിടത്തും അഭിഭാഷക എന്നാണ് എഴുതി കാണുന്നത് കേട്ടോ. തെറ്റാണ്. സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിൽ ഇകാരം അല്ലെങ്കിൽ വള്ളി വന്നിട്ട് അഭിഭാഷികയാണ് ആകേണ്ടത്. നേരത്തെ പറഞ്ഞൊരു വാക്കാണ് അടുത്തത്. അനുഗ്രഹം നേടിയവൻ. അനുഗ്രഹീതനല്ല, അനുഗൃഹീതനാണ്. അനുഗ്രഹം നേടിയവളോ? അനുഗൃഹീതയാണ്. അഭിനയിക്കുന്നവൻ അഭിനേതാവാണെങ്കിൽ അഭിനയിക്കുന്നവൾ അഭിനേത്രിയാണ്. ഈ അഭിയെ രണ്ടിടത്തുനിന്നും മാറ്റിയാലോ നേതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം കിട്ടും. എന്താണ്? നേത്രിയാണ്. അപരാധം ചെയ്തവൻ അപരാധിയാണെങ്കിൽ അപരാധം ചെയ്തവൾ അപരാധിനിയാണ്. ആതിഥേയൻ ആതിഥേയാണ് എതിർലിംഗ പദം. ഉപാധ്യായൻ. ആരാണ് ഉപാധ്യായൻ? പഴയകാലത്ത് വേദം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളെയാണ്, ഗുരുവിനെയാണ് ഉപാധ്യായൻ എന്ന് വിളിക്കുന്നത്. സ്ത്രീലിംഗ പദമാണ് എന്ത്? ഉപാധ്യായി.
ഗൃഹി എന്ന വാക്കിന്റെ എതിർലിംഗ പദം ഗൃഹിണിയാണ്. ഗൃഹി എന്നുള്ളത് പുല്ലിംഗ പദമാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അത് സ്ത്രീലിംഗ പദമാണെന്ന് തോന്നും. ഗൃഹസ്ഥൻ എന്നർത്ഥം വരുന്ന വാക്കാണ് ഏത്? ഗൃഹി. ജനയിതാവ് അച്ഛന്റെ പര്യായമാണ്. അമ്മയുടെ പര്യായമായിട്ടും ഭൂമിയുടെ പര്യായമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? ജനയിത്രി. ജനയിത്രി. അപ്പൊ ഈ ജനനി എന്നുള്ളതോ അതും ഈ പറഞ്ഞതുപോലെ അമ്മയുടെ പര്യായമായും അതുപോലെ ഭൂമിയുടെ പര്യായമായും ഉപയോഗിക്കുന്ന വാക്കാണ് ജനനി. അത് ഏതിന്റെ എതിർലിംഗ പദമാണ്? ജനകന്റെ എതിർലിംഗ പദമാണ്. ചിലർക്ക് കൺഫ്യൂഷൻ ആകുന്നത് ജനകനും ജാനകിയും തമ്മിലാണ്. ജാനകി എന്ന് പറഞ്ഞാൽ ജനകന്റെ എതിർലിംഗ പദമല്ല, ജനകന്റെ പുത്രിയാണ് ജാനകി. ജനകന്റെ എതിർലിംഗ പദം എന്താണ്? ജനനിയാണ് കേട്ടോ, ജനനിയാണ്. താപസൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം താപസിയാണ്. താപസി. തപസ്വി എന്നുള്ളത് പുല്ലിംഗ പദമാണ് താനും. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. താപസി എന്നുള്ളത് സ്ത്രീലിംഗ പദവും തപസ്വി എന്നുള്ളത് പുല്ലിംഗ പദവുമാണ്. താപസന്റെ സ്ത്രീലിംഗ പദമാണ് താപസി. തപസ്വി എന്ന പുല്ലിംഗ പദത്തിന്റെ എതിർലിംഗ പദമാണ് എന്ത്? തപസ്വിനി എന്നുള്ളത്. വളരെ അധികം ശ്രദ്ധിക്കണം. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും പുല്ലിംഗ പദങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക, അല്ലെങ്കിൽ സ്ത്രീലിംഗ പദങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. അങ്ങനെയും ചോദ്യം വരാം കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ശ്വശുരൻ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛനെയാണ്, അമ്മായി അച്ഛനെയാണ് എന്തു പറയുന്നത്? ശ്വശുരൻ. അപ്പൊ അമ്മായി അമ്മ എന്നർത്ഥം വരുന്ന വാക്കേതാ? ശ്വശ്രുവാണ് കേട്ടോ. കേൾക്കുന്നവൻ ശ്രോതാവാണ്, കേൾക്കുന്നവൾ ആരാണ്? ശ്രോത്രിയാണ്. സമ്പാദിക്കുന്നവൻ സമ്പാദകനാണെങ്കിൽ സമ്പാദിക്കുന്നവൾ സമ്പാദികയാണ്. സുഹൃത്ത് സഖാവാണെങ്കിൽ പെൺസുഹൃത്തിനെ സഖി എന്ന് വിളിക്കാം. സേവിക്കുന്നവൻ സേവകനാണെങ്കിൽ സേവിക്കുന്നവൾ സേവികയാണ്. സിംഹം എന്ന വാക്കിന്റെ എതിർലിംഗ പദം പലരും പറയാറുള്ളത് സിംഹിണി എന്നാണ്. അങ്ങനെ ഒരു വാക്കേ മലയാളത്തിൽ ഇല്ല എന്ന് തിരിച്ചറിയുക. സിംഹം എന്ന വാക്കിന്റെ എതിർലിംഗ പദം സിംഹി എന്നാണ്. വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏറ്റവും അധികം തവണ വന്നിട്ടുള്ള എതിർലിംഗ പദത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഒറ്റപ്പദങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഡൈമെൻഷനുകൾ ഉള്ള ഒരു ചോദ്യമാണ് അടുത്തത്. കാണുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രേക്ഷകൻ എന്നാണ്. പ്രേക്ഷകൻ. അപ്പൊ കാണപ്പെടുന്നവൻ ആരാണ്? പ്രേക്ഷിതനാണ് കേട്ടോ. ഇപ്പോ ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പ്രേക്ഷകരാരാണ്? നിങ്ങളാണ് പ്രേക്ഷകർ. നിങ്ങൾ എല്ലാവരും ആരെയാ കാണുന്നേ? എന്നെയാ കാണുന്നേ. നിങ്ങളാൽ എന്നെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. കാണപ്പെടുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? പ്രേക്ഷിതൻ. പ്രേക്ഷിതൻ. അതുപോലെ പ്രേക്ഷകനും പ്രേക്ഷിതനും എല്ലാവർക്കും മാറിപ്പോകാറുള്ള ഒന്നാണ്. എയും സിയും വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ദാ നോക്കൂ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നയാളാണ്. പ്രേക്ഷകൻ ഫ്രം ആണ്. ഞാൻ നിങ്ങൾക്കൊരു കത്തയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ പ്രേക്ഷകനാണ്. അയക്കുന്നയാളെയാണ് എന്തു പറയുന്നത്? പ്രേക്ഷകൻ എന്ന് പറയുന്നത്. ആർക്കാണോ അയക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കത്ത് സ്വീകരിക്കുന്നത്, സ്വീകർത്താവ്, അല്ലെങ്കിൽ എന്തു പറയാം? പ്രേഷിതൻ എന്ന് പറയാം. പ്രേഷിതൻ. അയക്കപ്പെട്ടവൻ. ആർക്കാണോ കത്ത് അയക്കുന്നത് അയാളെയാണ് പ്രേഷിതൻ അല്ലെങ്കിൽ സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത്. ആരാണോ അയക്കുന്നത് അയാളെയാണ് പ്രേക്ഷകൻ എന്ന് വിളിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇത് രണ്ടും ഒത്തിരി തവണ പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പദത്തിലൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നുള്ളത് പരിഭാഷപ്പെടുത്തിയാൽ എന്ത് കിട്ടും? പ്രാദേശികാധിപത്യം എന്ന് കിട്ടും. ബാക്കിയുള്ള വാക്കുകൾ കൂടി നമുക്കൊന്ന് പരിഭാഷപ്പെടുത്താം. സർവാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ഏത്? ഡിക്റ്റേറ്റർഷിപ്പ്. വിദേശാധിപത്യത്തെ എന്താണ് പറയുന്നത്? ഫോറിൻ ഡോമിനേഷൻ എന്നാണ് പറയുന്നത്. ഭീകരവാദത്തെ എന്തു പറയാം? ടെററിസം എന്ന് പറയാം. ജനാധിപത്യത്തിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത്? ഡെമോക്രസി. ഭരണഘടനയുടെ ഇംഗ്ലീഷ് ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആമുഖമാണെന്ത്? പ്രിയാമ്പിൾ. കേട്ടോ, ഇതൊക്കെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്.
അപ്പൊ വ്യാകരണ വിഭാഗവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം, ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. ഉപകാരം ചെയ്തവനെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാ? കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് എന്നുള്ളതാണ്. കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് ആണോ? അല്ല, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 ചൊല്ലുകളുടെയും അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത്, ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട്, കനൽ കട്ടയിൽ ഉറുമ്പരിക്കുക എന്നീ ചൊല്ലുകളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. കടന്നൽ കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ എന്താ? ആപത്ത് ക്ഷണിച്ചു വരുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്, താഴ്ചയുണ്ടെങ്കിൽ ഉയർച്ചയുമുണ്ട്. കനൽ കട്ടയിൽ ഉറുമ്പരിക്കുക, ഗൗരവമേറിയതിനെ നിസ്സാരമായി കാണുക. കനൽക്കട്ടയിൽ ഉറുമ്പരിക്കുക. കിട്ടിയല്ലോ, ചൊല്ലുകളുടെ അർത്ഥം കിട്ടി. ഇവിടെ വാക്യശുദ്ധിയിൽ നിന്നുള്ള ചോദ്യത്തെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് എളുപ്പമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ഒഴിവാക്കിയത്. അതിന്റെ കാരണം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായിരുന്നു? ഇതായിരുന്നു ചോദ്യം. ഇവിടെ ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അതാണ് ശരിയായ വാക്യം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള വാക്യങ്ങൾ എന്തുകൊണ്ട് ശരിയായില്ല? ഓപ്ഷൻ എ, ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം, 10 വർഷങ്ങൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നപുംസകം, ജീവനില്ലാത്ത എന്തിനെങ്കിലും ഒന്നിന് വിശേഷണമായിട്ട് സംഖ്യാശബ്ദം വന്നാൽ അവിടെ ബഹുവചന പ്രത്യയം ചേർക്കരുത്. വർഷങ്ങൾ എന്ന് പറയുന്നിടത്ത് കൾ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റായത്. 10 വർഷം എന്ന് മതി, 10 വർഷങ്ങൾ എന്ന് പ്രയോഗിക്കരുത്. അതേസമയം കുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 10 കുട്ടികൾ എന്ന് തന്നെ പ്രയോഗിക്കണം. കാരണം എന്താ? കുട്ടികൾ ജീവനുള്ളവരാണ്. അപ്പൊ സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നാലും ബഹുവചന പ്രത്യയം ചേർക്കണോ വേണ്ടയോ? ബഹുവചന പ്രത്യയം ചേർക്കണം. ജീവൻ ഉള്ളവയാണെങ്കിൽ. ജീവൻ ഇല്ലാത്തവയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി ഓപ്ഷൻ ബിയില് രണ്ടുണ്ട് തകരാറ്. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞത് തന്നെ, 10 എന്ന സംഖ്യാശബ്ദം വരികയും വർഷങ്ങൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു തെറ്റെന്താണ്? ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും രണ്ടും അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോ അത് മാത്രമാണ് തകരാറ് അല്ലെ? ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു. കാര്യം മനസ്സിലായോ? വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ് കേട്ടോ. ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും ഒരു വാക്യത്തിൽ തന്നെ തന്നിട്ട് ഇതിലെ തെറ്റ് കണ്ടെത്താനായിട്ട് ചോദിക്കാറുണ്ട്. ഈ വർഷം തന്നെ നടന്ന 1-ലധികം പരീക്ഷകളിൽ ഈ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നതായി കാണുന്നു. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? മലയാളത്തിലെ വ്യാകരണ ചോദ്യങ്ങൾക്ക് ശേഷം കലാ, സാഹിത്യം, സംസ്കാരം എന്ന വിഭാഗത്തിൽ നിന്നുമുള്ള 3 ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കിനി അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. രാമായണം ആട്ടക്കഥ രചിച്ചത് ഇവരിൽ ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ തന്നെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ, ഇദ്ദേഹത്തിന്റെ പേര്, ജീവിത കാലഘട്ടം എന്നിവ ഇപ്പോഴും വിവാദ വിഷയങ്ങളാണ്. ഒരു വ്യക്തി തന്നെ ആയിരുന്നോ, അത് 1-ലധികം വ്യക്തികളെ അഭിസംബോധന ചെയ്യാനായിട്ട് കൊട്ടാരക്കര തമ്പുരാൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നോ, അതൊക്കെ തർക്ക വിഷയമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. എന്നാലും നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ അദ്ദേഹത്തെ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാനാണ് ശ്രമിക്കുന്നത്. രാമായണ കഥ സമ്പൂർണമായി രംഗത്ത് അവതരിപ്പിക്കാൻ പാകത്തിന് 8 ആട്ടക്കഥകൾ എഴുതിയ വ്യക്തിയാണ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ കേട്ടോ. പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലീവധം, തോരണയുദ്ധം, സേതുബന്ധനം, യുദ്ധം എന്നിങ്ങനെ 8 കഥകൾ അല്ലെ രാമായണത്തെ അധികരിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉണ്ണായി വാര്യരിലേക്ക് വന്നാലോ? ഉണ്ണായി വാര്യർ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കൃതി ഏതാണ്? ഉണ്ണായി വാര്യർ എന്ന് കേൾക്കുമ്പോ തന്നെ നളചരിതമാട്ടക്കഥയാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത് കേട്ടോ. നളചരിതമാട്ടക്കഥ ഏറ്റവും പ്രസിദ്ധമായ കൃതി അതാണ്. അത് കൂടാതെ ഗിരിജാ കല്യാണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗീതാ പ്രബന്ധവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാമപഞ്ചശതി,
ഗിരിജാ കല്യാണം, ഗീതപ്രബന്ധം എന്നിവയാണ് ഉണ്ണായി വാര്യരുടെ മറ്റു കൃതികൾ. കോട്ടയത്ത് തമ്പുരാനിലേക്ക് വന്നാലോ, കല്യാണ സൗഗന്ധികം തുള്ളൽ നമുക്കറിയാം അല്ലെ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതിയാണ് ഏത്? കല്യാണ സൗഗന്ധികം തുള്ളൽ. ശീതങ്കൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന തുള്ളൽ കൂടിയാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ. ഇത് തുള്ളലാണോ? അല്ല, ഇത് ആട്ടക്കഥയാണ്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. കഥകളിക്ക് അടിത്തറ പാകിയവരുടെ കൂട്ടത്തിൽ കോട്ടയത്ത് തമ്പുരാനും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. രാമനാട്ടവും കൃഷ്ണനാട്ടവും നമുക്കറിയാവുന്നതാണല്ലോ. ഇദ്ദേഹത്തിന് മുമ്പ് രാമായണ കഥകൾ മാത്രമാണ് കഥകളിയിൽ ഉണ്ടായിരുന്നത്. കൊട്ടാരക്കര തമ്പുരാന്റെയും മറ്റും രാമായണ കഥകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് മഹാഭാരത കഥകൾ കൂടി കഥകളിക്ക് പാകത്തിന് ആട്ടക്കഥകളായി രചിച്ചത്. അതുപോലെ പച്ചവേഷം അല്ലെ, അർജുനൻ, ശ്രീകൃഷ്ണൻ തുടങ്ങി സൽകഥാപാത്രങ്ങൾ, കഥകളിയിലെ നായക വേഷങ്ങൾ, കൃഷ്ണനടക്കമുള്ള നല്ല കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം എന്ന വ്യവസ്ഥ കൽപ്പിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ കോട്ടയത്ത് തമ്പുരാൻ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? 4 മഹാഭാരതത്തെ അധികരിച്ചുള്ള ആട്ടക്കഥകൾ അല്ലെ. രാമനാട്ടവും കൃഷ്ണനാട്ടവും. രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാന്റെ ആണെങ്കിൽ കൃഷ്ണനാട്ടം ആരുടെയാണ്? കോട്ടയത്ത് തമ്പുരാന്റെയാണ് കേട്ടോ. ഇദ്ദേഹം മഹാഭാരതത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ള ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഭഗവതം, കല്യാണ സൗഗന്ധികം, നിവാദ കവചകാലകേയവധം, കിർമീരവധം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ. ഇനി ഓപ്ഷനിൽ ധർമ്മരാജാവ് ഉണ്ടായിരുന്നു. ആരാണ് ധർമ്മരാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നത് ധർമ്മരാജാവ് എന്ന പേരിലാണ്. തിരുവിതാംകൂർ 1758 മുതൽ 98 വരെ 4 പതിറ്റാണ്ട്, അതായത് 40 വർഷം ഭരിച്ച രാജാവാണ് ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുടെ പിന്തുടർച്ച അവകാശിയാണ് കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജ. തന്റെ മുൻഗാമി നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളും നിലനിർത്തുക മാത്രമല്ല, അവയെല്ലാം വിജയകരമായ രീതിയിൽ ഭരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിന്റെ നേട്ടമായി തന്നെ വിലയിരുത്തുന്നു. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായത്രേ. ഇനി സാഹിത്യത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കിക്കാണുമ്പോ ധർമ്മരാജയെ നമുക്ക് മറ്റൊരു തരത്തിൽ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. എന്താ? CV രാമൻപിള്ള രചിച്ച അല്ലെ, തിരുവിതാംകൂറിന്റെ പശ്ചാത്തലത്തിൽ CV രാമൻപിള്ള 3 നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 3 നോവലുകൾ രചിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നോവലിന് ജീവനുണ്ടോ? പിന്നെ എന്താ ഇങ്ങനെ 3 എന്ന സംഖ്യാശബ്ദം വെച്ചിട്ട് പിന്നീട് നോവലുകൾ എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കണേ, വളരെ അധികം ശ്രദ്ധിക്കണേ. നോവലുകൾ എന്ന് പറയാനുള്ള കാരണം ഒരേ നോവലിനെ കുറിച്ചല്ല പറഞ്ഞത്, വ്യത്യസ്തമായ 3 നോവലുകളെ കുറിച്ചാ പറഞ്ഞത്. 3 നോവലുകൾ രചിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഓരോന്നും വ്യത്യസ്തമാണ്. 10 തേങ്ങകൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ 3 തേങ്ങകൾ എന്ന് പറയുന്നത് പോലെയല്ല 3 നോവലുകൾ. തേങ്ങ എന്ന് പറഞ്ഞാൽ 3ഉം ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് 3 തേങ്ങ എന്നേ പറയാവുള്ളൂ, 3 തേങ്ങകൾ എന്ന് പറയരുത്. പക്ഷേ ധർമ്മരാജ രചിച്ചാൽ, ക്ഷമിക്കണം, CV രാമൻപിള്ള രചിച്ച 3 നോവലുകൾ അവയ്ക്ക് ജീവനുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഓരോന്നും വ്യത്യസ്തമാണ്. ഒന്നാമത്തതിന്റെ പേര് മാർത്താണ്ഡവർമ്മ, രണ്ടാമത്തതിന്റെ പേര് ധർമ്മരാജ, മൂന്നാമത്തതിന്റെ പേര് രാമരാജ ബഹദൂർ. അപ്പൊ നപുംസകങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ജീവൻ ഇല്ലാത്തവയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അവ ഓരോന്നും വ്യത്യസ്തമാണെങ്കിൽ, സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്ത് ചേർക്കണം? ബഹുവചന പ്രത്യയം ചേർക്കണം. അതുകൊണ്ടാണ് സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ 7 സ്വരങ്ങളാണ്. എന്തുകൊണ്ടാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? വ്യത്യസ്തമായ 9 ഗ്രഹങ്ങളായതുകൊണ്ട്. അല്ലാതെ ഇവയ്ക്കെല്ലാം ജീവനുണ്ട് എന്നതല്ല അതിന്റെ അർത്ഥം. വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും നോവലിലേക്ക്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് CV രാമൻപിള്ളയുടെ നോവലിലെ കഥ നടക്കുന്നത്. അതായത് ധർമ്മരാജ എന്ന നോവലിലെ
കഥ നടക്കുന്നത്. 8 വീട്ടിൽ പിള്ളമാരുടെ പിൻഗാമിയായ 2 ചെറുപ്പക്കാർ രാജാവിനെതിരായി ഗൂഢനീക്കം നടത്തുന്നതിനെ കുറിച്ചാണ് ധർമ്മരാജയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ് 8 വീട്ടിൽ പിള്ളമാർ കഥാപാത്രമാകുന്ന മലയാള നോവൽ. അത് ധർമ്മരാജയല്ല, അത് മാർത്താണ്ഡവർമ്മയാണ്. അതിനുശേഷമുള്ള കഥയാണ് എവിടെ പ്രതിപാദിക്കുന്നത്? ധർമ്മരാജയിൽ പ്രതിപാദിക്കുന്നത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ് കേട്ടോ. കഥകളി നടനം എന്നുകൂടി പേരുള്ള കലാരൂപമാണ്, അല്ലെങ്കിൽ ആദ്യകാലത്ത് കഥകളി നടനം എന്നായിരുന്നു പേര്. അതാണ് പിൽക്കാലത്ത് കേരള നടനമായത്. കേരള നടനം നൃത്തശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടന കൈരളി എന്ന കൃതി രചിച്ചത് നടന കൈരളി. കൂടിയാട്ടത്തിന് നാട്യകൽപദ്രുമം എന്നൊരു ഗ്രന്ഥമുള്ളതുപോലെ ആണ് നമ്മുടെ കേരള നടനം എന്ന കലാരൂപത്തിന് നടന കൈരളി എന്ന ഗ്രന്ഥം. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗ്രന്ഥം? ചോദിക്കാൻ സാധ്യതയുണ്ട്. ആര് രചിച്ചതാണ് ഈ കൃതി? ചോദിക്കാൻ സാധ്യതയുണ്ട്. നടന കൈരളി എന്ന ഗ്രന്ഥം രചിച്ചത് ഗുരു ഗോപിനാഥാണ്. കേരള നടനത്തെ കുറിച്ചാണ് അതിൽ പ്രതിപാദനം. പിന്നെ ഹിന്ദു പുരാണേതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണേത്? കേരള നടനം. പ്രസ്താവന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ നമ്മുടെ പരീക്ഷയിൽ. അപ്പോ കേരള നടനത്തിന്റെ പ്രാധാന്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തരൂപമാണേത്? കേരള നടനം. പിന്നെ എന്തു പറയാം? ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നടന നികേതൻ ചെന്നൈയിൽ സ്ഥാപിച്ചത് 1938 ഗുരു ഗോപിനാഥ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ എന്നാണ്. മന്നത്തു പത്മനാഭന്റെ ആത്മകഥയുടെ പേരും എന്ത് തന്നെയാണ്? എന്റെ ജീവിത സ്മരണകൾ എന്നാണ്. എന്റെ കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥയുടെ കർത്താവ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. എന്റെ നാടക സ്മരണകൾ എന്ന ആത്മകഥയുടെ കർത്താവ് PJ ആന്റണിയാണ്. കിട്ടിയോ? ഇദ്ദേഹമാണ് ഗുരു ഗോപിനാഥ്. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് വെച്ച് അരങ്ങിൽ ആടിക്കൊണ്ടിരുന്നപ്പോ അന്തരിച്ച നർത്തകൻ കൂടിയാണ്. ആര്? ഗുരു ഗോപിനാഥ്. കേരള നടനത്തിന്റെ ഒരു ചിത്രം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടി കേരള നടനവുമായി ബന്ധപ്പെട്ടല്ല, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നടന്ന ഒരുപാട് പരീക്ഷകളിൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവ കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നത്. നാട്യകൽപദ്രുമം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? മാണി മാധവച്ചാക്യാരാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, നമ്മുടെ കേരള നടനത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്തായിരുന്നു? നടന കൈരളി ആയിരുന്നു. നടന കൈരളി. അതുപോലെ നാട്യകൽപദ്രുമം ഏത് കലാരൂപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കൂടിയാട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? മാണി മാധവച്ചാക്യാരാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അത് വർഷം 2001 കേട്ടോ. അതിനുശേഷമാണ് മുടിയേറ്റിനെ അംഗീകരിച്ചത്. ആ വർഷം ഏതാണ്? 2010 മുടിയേറ്റിനെ അംഗീകരിച്ചത്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ കലാരൂപം കൂടിയാണേത്? കൂടിയാട്ടം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യം, ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇത് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ജയദേവരുടെ ഗീതാഗോവിന്ദം മറ്റു പലരും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് ഈ ഗീതാഗോവിന്ദം, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് സൂചിപ്പിക്കാം. 12-13 നൂറ്റാണ്ടുകളിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവൻ എഴുതിയ സംസ്കൃത കാവ്യ പ്രബന്ധമാണ് ഗീതാഗോവിന്ദം. കേരളത്തിൽ ഇത് അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന്റെ മുൻപിൽ ഇടയ്ക്ക കൊട്ടി പാടുന്നത് എന്താണ്? ഈ അഷ്ടപതിയാണ് പാടുന്നത് കേട്ടോ. ഇതിലെ ഓരോ ഗീതത്തിലും 8 പദങ്ങൾ വീതം ഉള്ളത് കൊണ്ടാണ് 8 എന്നർത്ഥം വരുന്ന അഷ്ടം എന്ന വാക്ക് ഇതിനോട് ചേർന്നത്. കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ അല്ലെങ്കിൽ സോപാന സംഗീതം എന്നിവയ്ക്ക് ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായും പാടാറുള്ളത്. ആരൊക്കെയാ ഇത് പരിഭാഷപ്പെടുത്തിയതെന്ന് അറിയണ്ടേ?
ഭാഷാ അഷ്ടപതി എന്ന പേരിൽ ഇത് പരിഭാഷപ്പെടുത്തിയത് രാമപുരത്തു വാര്യരാണ്. രാമപുരത്തു വാര്യരെ മനസ്സിലായല്ലോ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. അപ്പൊ പരീക്ഷയ്ക്ക് ഏത് ചോദിക്കാം? ഭാഷാഷ്ടപതിയുടെ കർത്താവ് ആര് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഉത്തരം രാമപുരത്തു വാര്യര് തന്നെയാണ് കേട്ടോ. ദേവഗീത ചങ്ങമ്പുഴയുടെ പരിഭാഷയുടെ പേരാണ്. രാമപാണിവാദൻ ഇത് പരിഭാഷപ്പെടുത്തിയത് ഏത് പേരിലാണ്? ഗീതാരാമം എന്ന പേരിലാണ്. ഇനി ഈ പറയുന്ന ഗീതാഗോവിന്ദം കൈകൊട്ടിക്കളിപ്പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? പൊന്നാടി പുഷ്പകത്ത് നമ്പ്യാരാണ് ഇത് കൈകൊട്ടിക്കളിപ്പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടപ്പള്ളി രാജകുടുംബത്തിലെ തമ്പുരാട്ടിമാർക്ക് കളിച്ച് രസിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് കൈകൊട്ടിപ്പാട്ടിന്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയത്. കിട്ടിയല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ട് ഈ സെഷൻ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട കാര്യമില്ല, ജാഗ്രത മാത്രം മതി കേട്ടോ. ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാൻ. ഇതുപോലെ നിങ്ങൾക്ക് ഇത് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ഇത്തരം സെഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.